ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മൾ റവ വെച്ചാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റവ തന്നെയാണ് ഇവിടുത്തെ താരം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം. ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, മല്ലിയില, പുതിനയില, സവോള ഫ്രൈ ചെയ്തത്, പെരുംജീരകം, തക്കോലം, ഏലക്ക, ജാതിപ്പത്തിരി, ഗ്രാമ്പു, കറുവപ്പട്ട. ഇനി റവ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് കത്തിക്കുക. കത്തിച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കുക. കാഷ്യൂനട്ട്, കിസ്മിസ്, സവോള എന്നിവ വറുത്ത് കോരുക. ഇനി അതിലേക്ക് നമ്മൾ സ്പൈസസ് ചേർക്കുക. ഏകദേശം സ്പൈസസ് മൂക്കുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർക്കുക. അത് ഏകദേശം മൂത്തൊരു പച്ചമണം മാറുമ്പോഴത്തേക്കിന് നമ്മളുടെ സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് വഴറ്റുക. അതിനുശേഷം നമ്മളുടെ ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായി ഇളക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് പാകത്തിനിടുക. അല്പം മധുരത്തിന് വേണ്ടി മധുരം ചേർക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നത് പോലെ റവയെ അങ്ങോട്ടിട്ട് കൊടുക്കാം. നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. കയ്യിൽ തിളച്ച വെള്ളം വീഴാൻ പാടില്ല. ഇളക്കുമ്പോൾ പതുക്കെ ഇളക്കുക. കാരണം അടിക്ക് പിടിക്കൽ തീ കുറച്ച് വേണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഒരിക്കലും ഇത് തിളച്ച് കയ്യിൽ വീഴാതിരിക്കാൻ നോക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക. പതുക്കെ ഇളക്കി മുഴുവൻ എത്തുന്നിടത്ത രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ പുതിനയിലും മല്ലിയിലയും കൂടെ വിതറുക. നമ്മൾക്ക് ഈ ബിരിയാണിക്കൊരു കളർ വേണം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചാലിച്ച വെള്ളം മുകളിൽ കൂടെ തൂവി കൊടുക്കുക. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് ഇളക്കുമ്പോൾ ഈ സമയത്ത് അടിപൊളി ബിരിയാണിയുടെ ഒരു മണം വരും. ഈ മണം പോലെ തന്നെ ഇത് കഴിക്കാനും അത്രയ്ക്ക് രുചികരമായൊരു റവ ബിരിയാണിയാണിത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇതുണ്ടാക്കി നോക്കണം. നിങ്ങൾക്കില്ലെങ്കിൽ വളരെ നഷ്ടമായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് മേമ്പൊടി ചേർക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, കിസ്മിസ്, സവോള എന്നിവ മുകളിലേക്ക് വാരി വിതറാം. ഇതും കൂടി ചേരുമ്പോൾ റവ ബിരിയാണി പൂർണ്ണം. മസ്റ്റ് ട്രൈ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് കഴിച്ചു നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പുതിയ വെറൈറ്റി വ്യത്യസ്തമായ രുചികരമായ വിഭവങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ ബായ്.